ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ഫസ്റ്റ് പറയാൻ പോണെന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ബാലൻഡിയോർ കിട്ടിയതിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങളും ഉണ്ട്. മെസ്സിക്ക് ഇത് അർഹതപ്പെട്ടതാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, മെസ്സിക്ക് അത് അർഹതപ്പെട്ടതല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇതുപോലെ രണ്ട് ടൈപ്പ് വ്യൂസും ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടും വിശദീകരിക്കുന്നതിന് മുമ്പേ ഈ ഒരു ബാലൻഡിയോർ റോബറികളുടെ കണക്ക് നമ്മളൊന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ബാലൻഡിയോർ ഹിസ്റ്ററിയിൽ ഓരോ ബാലൻഡിയോറുകളിലായിട്ട് എന്താണ് ഓരോ വർഷവും, അതായത് ഇപ്പൊ ചിലവർ പറയും ബാലൻഡിയോറിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പാണ്, വേൾഡ് കപ്പ് ജയിച്ചവർക്കാണ് ബാലൻഡിയോർ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് എല്ലാതും ഒന്ന് വിശദീകരിക്കാം. ആദ്യം നമുക്ക് 2010 കണക്കെടുക്കുന്നത്. 2010 മെസ്സിക്കാണ് ബാലൻഡിയോർ കിട്ടിയത്. മെസ്സിക്ക് ഈ 2010 ബാലൻഡിയോർ കിട്ടിയതിന്റെ എന്താണ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് മെസ്സി ക്ലബിൽ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടാണ്. നേരം മറിച്ച് അതേ വർഷം മെസ്സിയുടെ ഒപ്പം തന്നെ കളിച്ച ഇനിയസ്റ്റയ്ക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ല. ഇതേ വേൾഡ് കപ്പ് അല്ല, ബാലൻഡിയോർ കിട്ടിയില്ല. കാരണം എന്താ, ഇനിയസ്റ്റ ആ വർഷം ക്ലബിൽ എന്താണ് മെസ്സിയുടെ അത്രയും പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വർഷം 2010 ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ക്ലബ് പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ 2010 ഇനിയസ്റ്റയുടെ റെക്കോർഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയസ്റ്റ ആ ഒരു വർഷം വേൾഡ് കപ്പ് നേടി, അതേപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് നേടി, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് നേടി, സ്പാനിഷ് കപ്പ്, അതേപോലെ തന്നെ ലാ ലീഗ, ഇത്രയും ട്രോഫികളൊന്നും നേടി. ഇതിപ്പോൾ ക്ലബിലത്തെ എല്ലാ ട്രോഫികളും മെസ്സി നേടിയിട്ടുണ്ട്. പക്ഷെ ഒരു എക്സ്ട്രാ ട്രോഫി ഇനിയസ്റ്റ നേടിയിട്ടാണ് വേൾഡ് കപ്പ്. പക്ഷെ വേൾഡ് കപ്പിനോട് മുൻതൂക്കം അന്ന് ഏതിനായിരുന്നു, അന്ന് ഈ ക്ലബ് പെർഫോമൻസിനായിരുന്നു. അതുകൊണ്ട് ഇനിയസ്റ്റക്ക് ആ വർഷത്തെ ബാലൻഡിയോർ കൊടുത്തില്ല. ആ വർഷം ബാലൻഡിയോർ കൊടുത്തത് മെസ്സിക്കായിരുന്നു. ഇനിയിപ്പോ നമ്മൾ 2023 എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, 2023 മെസ്സിക്ക് ബാലൻഡിയോർ കൊടുത്ത്. അതിന് കാരണം ആയിട്ട് അവർ പറയണത് എന്താണ്, മെസ്സി ബാലൻഡിയോർ എടുത്ത് വേറെ ഒന്നുമില്ല, ക്ലബ് പെർഫോമൻസ് പാടെ മാറ്റി വെച്ച്, ക്ലബ് പെർഫോമൻസ് ക്ലബിൽ മെസ്സി എങ്ങനെ കളിച്ചു എന്നുള്ള സംഭവം കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ട് വെറും എന്താണ് ആകെ അവർ നോക്കിയതെന്ന് പറഞ്ഞത് എന്താണ് ഇതിലുള്ള പെർഫോമൻസ്. അതായത് എന്താണ് പറയാ, നമ്മളെ ഈ വേൾഡ് കപ്പിൽ കൺട്രിയിൽ എങ്ങനെയാണ് കളിച്ചത്, രാജ്യാന്തരമായിട്ട് എന്താണ് എങ്ങനെയാണ് കളിച്ചതെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആ ഒരു ക്രൈറ്റീരിയ 2023. അതായത് മെസ്സിക്ക് വേണ്ടി ക്രൈറ്റീരിയ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജേർണലിസ്റ്റ്. ഇപ്പൊ ഒരു ജേർണലിസ്റ്റുകളാണ് വോട്ട് ചെയ്തത്. ഈ ജേർണലിസ്റ്റുകൾ തന്നെ, ഇതേ ജേർണലിസ്റ്റുകൾ, ഇതേ ഫാൻസ് അല്ലെങ്കിൽ ഇതേ ആൾക്കാർ തന്നെയാണ് എന്ത് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതേ പ്ലേയേഴ്സ് തന്നെയാണ് 2010 എന്താണ് ഇതാക്കിയിട്ടുള്ളത്, എന്ത് ഇനിയസ്റ്റക്ക് വോട്ട് ചെയ്യാണ്ട് മെസ്സിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹിപ്പോക്രസി ഉണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത് കാക്കാക്ക്, മലപ്പുറം കാക്കാക്ക് എന്താ പറയാനുള്ളത്? അതായത് ഓരോ വർഷം മെസ്സിക്ക് വേണ്ടി മാത്രം എല്ലാ പല പല ക്രൈറ്റീരിയസ് ഫിഫ കൊണ്ടുവരുന്നു. അതിനനുസരിച്ചിട്ട് ആൾക്കാർ, അതിനനുസരിച്ചാണ് ഫിഫ എന്താണ് മെസ്സിക്ക് മാത്രം, മെസ്സി ബാലൻഡിയോർ ലിസ്റ്റിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ മെസ്സിക്ക് ബാലൻഡിയോർ എന്തായാലും കിട്ടിയിരിക്കും. അങ്ങനെ രീതിയിൽ പല പല എന്താണ് ലെവലുകൾ അവരെ ക്രൈറ്റീരിയസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വർഷാവർഷം ഫിഫ എന്നാണ് പലരും പറഞ്ഞത്. പല ഫാൻസ് ഇതിന്റെ പേര് തർക്കം ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം വരുമ്പോഴും നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും ചിന്തിക്കണം. അതിപ്പോ ഒരു മെസ്സി വേഴ്സസ് റൊണാൾഡോ ഫൈറ്റിൽ ഇപ്പോ അവർ പറയും ബാലൻഡിയോർ, റൊണാൾഡോ ഫാൻസ് പറയും ബാലൻഡിയോർ എന്താണ് മെസ്സിക്ക് അർഹതപ്പെട്ടതല്ല, കാരണം മെസ്സി എന്താണ് കഴിഞ്ഞ വർഷം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. 2010 കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഷെബീർ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് അവിടെ 2010 എന്തുണ്ടായി, മെസ്സിക്ക് ബാലൻഡിയോർ കൊടുത്ത് ഇനിയസ്റ്റ കിട്ടിയില്ല. ഇനിയസ്റ്റ ക്ലബിൽ സെയിം അവാർഡ്സ് നേടി, ഒരു വേൾഡ് കപ്പ് നേടിയിട്ട് പോലും അന്ന് വേൾഡ് കപ്പ് ആ ക്രൈറ്റീരിയ ലിസ്റ്റിൽ ഫിഫ ഉൾപ്പെടുത്തിയിട്ടില്ല. മെസ്സി ക്ലബ് ബെസ്റ്റ് പെർഫോമൻസ് ആയി അങ്ങനെ മെസ്സിക്ക് കിട്ടി. പിന്നെ മെസ്സിയുടെ റോബറിയുടെ കാര്യം പറഞ്ഞു വരികയാണെന്നുവെച്ചെങ്കിൽ പലരും ഡിബേറ്റബിൾ ആയിട്ടുള്ള വേറൊരു റോബറിയാണ്. റോബറി ആണെന്ന് പറയാൻ പറ്റില്ല, റോബറി അല്ല എന്ന് സെയിം ടൈമിൽ പറയാൻ പറ്റില്ല. 2019 ലെവൻഡോസ്കിക്ക്, പക്ഷേ 2020 അത് നമ്മള് പറയണ്ട, അത് 2019 നമ്മളെ ലിസ്റ്റിലുള്ളതാണ്. നമുക്ക് ഓരോ വർഷങ്ങളായിട്ട് വരാന്ന് വിചാരിച്ചിട്ടാ. അതായത് 2010 ഇപ്പൊ പറഞ്ഞു, 2023 നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് 2015 എടുത്ത് നോക്കുകയാണെങ്കിൽ 2015 മെസ്സിക്കാണ് കിട്ടിയത്. പക്ഷെ ആ ഒരു വർഷം 2015 മെസ്സിക്കാണ് കിട്ടിയത് ബാലൻഡിയോർ. പക്ഷെ ആ ഒരു വർഷം നെയ്മർ, അതേ സമയത്ത് നെയ്മർ എന്താണ് ആ ഒരു വർഷം 39 ഗോള്, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറർ, ഇതൊക്കെ നേടിയിട്ടുള്ള നെയ്മറാണ്. ക്ലബ് തലത്തിലും നെയ്മറും മെസ്സിയും ഏകദേശം ഒരേപോലെ ആയിരുന്നു. പക്ഷെ ആ ഒരു വർഷം ബാലൻഡിയോർ കിട്ടിയത് മെസ്സിക്കാണ്. അത് എന്താണ് ഇതുവരെ ആർക്കും മനസ്സിലായി. ഇത് ചാമ്പ്യൻസ് ലീഗാണ് ആ ഒരു ടൈമിൽ. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് അല്ലാതെ ടൈമിൽ നോക്കുക, ആ ടൈമിൽ നോക്കുക എന്ന് പറയുന്നത് ക്ലബ് പെർഫോമൻസ് ആണ്. ക്ലബ് പെർഫോമൻസിൽ ആ ഒരു വർഷം നെയ്മറായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു വർഷം മെസ്സിക്കാണ് കൊടുത്തത്. അപ്പൊ പിന്നെയും ഒരു സ്ഥാനം മാറ്റി. മെസ്സി എന്നുള്ള സാധനം ഇപ്പൊ നേരത്തെ മലപ്പുറം കാക്ക പറഞ്ഞ പോലെ തന്നെ മെസ്സി എന്നുള്ളൊരു പേര് ബാലൻഡിയോർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ
പിന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഒന്ന് ഭയക്കണം. കാരണം മെസ്സിക്ക് അപ്പം എന്താണ് ഒരു 50-70 പോയിന്റ് കൂടുതലുള്ള പോലെയാണ്. കളിക്കാത്തൊരു 50 പോയിന്റ് എക്സ്ട്രാ കിട്ടിയ പോലെയാണ്. ആൾക്കാർ കണ്ണും പൂട്ടിയിട്ട് മെസ്സിക്ക് വോട്ട് ചെയ്യും. അതാണ് അവസ്ഥ. പിന്നെ അതേപോലെ തന്നെ 2018 കണക്കെടുത്ത് നോക്കുമ്പോൾ എന്താണ് 2018 റൊണാൾഡോ വരുന്ന ഇവിടെ എന്താണ് റോബിങ്ങിന് വിധേയമായിട്ടുള്ളത്. അതായത് 2018 റൊണാൾഡോ വരുന്ന ഇവിടെ റോബറിക്ക് വിധേയമായിട്ടുണ്ടായിരുന്നത്. അതായത് എന്താണ് പറയാ 18 റൊണാൾഡോ 54 ഗോള്, അതേപോലെ തന്നെ 13 അസിസ്റ്റ്, ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറർ, ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക സ്പെയിനെതിരെ ഒരു ഹാട്രിക് ഒന്ന് എഴുതി. ആ ഒരു 2018 ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വർഷമാണ്. 2018 റൊണാൾഡോ സ്പെയിനെതിരെ ഹാട്രിക് നേടിയത്. അതൊക്കെ വലിയ സംഭവമാണ്. എന്താണ് ക്ലബ് തലത്തിലും അതേപോലെ തന്നെ രാജ്യാന്തരമായിട്ടുള്ള രണ്ട് രീതിയിലും, അതായത് ക്ലബിലും രാജ്യത്തിനും വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുള്ളതായിരുന്നു റൊണാൾഡോ. നേടാനൊന്നുമില്ല, വേൾഡ് കപ്പ് അല്ലാണ്ട് അല്ലെങ്കിൽ വേറെ ഒന്നും നേടാനില്ല. ആ ഒരു ടൈമിൽ അവിടെ ബാലൻഡൂർ കൊടുത്ത് മോഡ്രിച്ചിനാണ്. കാരണം മോഡ്രിച്ച് ക്ലബ് തലത്തിൽ കുറച്ച് കൂടുതൽ കളിച്ചെന്ന് പറഞ്ഞിട്ട്, അല്ലെ രാജ്യാന്തരമായിട്ട് കുറച്ച് കൂടുതൽ കളിച്ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു 2018 വർഷത്തിൽ മോഡ്രിച്ചിന് കൊടുത്ത്. അത് പിന്നെ നമ്മൾ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഒക്കെ പോട്ടേന്ന് വെക്കാം. പക്ഷെ അതും റോബറി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 2019 എന്താണ് ഒരു ഡിഫൻഡർക്ക് അർഹതപ്പെട്ട അവാർഡായിരുന്നു അത്. 2019 വാൻഡേക്കിന് കിട്ടേണ്ട അവാർഡായിരുന്നു ബാലൻഡ്യൂർ. പക്ഷെ 2019 അതും മെസ്സിക്കായിരുന്നു. 2019 വാൻഡേക്ക് നേടാൻ പറ്റിയ ഒരു ഡിഫൻഡർ ആയിട്ട് ചെയ്യാൻ പറ്റിയ മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു. 2019 എന്താണ് വാൻഡേക്ക് ചാമ്പ്യൻസ് ലീഗ് നേടി, അതേപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പ് നേടി, UEFA ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. UEFA ബെസ്റ്റ് പ്ലെയർ ആയിട്ട് അവാർഡ് ചെയ്യപ്പെട്ടത് വാൻഡൈക്കായിരുന്നു. അതേപോലെ തന്നെ ഒരു ഡിഫൻഡർ ആയിട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും 20 ക്ലീൻ ഷീറ്റ് ആയിരുന്നു. ഒരാൾ പോലും ആ ഒരു സീസണിൽ വാൻഡൈക്കിനെ ഒരാൾ പോലും ഡ്രിബിൾ ചെയ്ത് കടന്നിട്ടില്ല. അത്രയും ക്ലീൻ ആയിരുന്നു വാൻഡൈക്ക് 163 ക്ലിയറൻസസ്. ഇത്രയും വലിയൊരു സ്റ്റാറ്റ്സ് ഇപ്പുറത്തുള്ളപ്പോൾ മെസ്സിക്ക് കിട്ടി. എന്തുകൊണ്ടാ? മെസ്സി ആ വർഷം കോപ്പ അമേരിക്ക നേടിയ പറ്റി. ഇവിടെ വേറെ സംഭവം പ്രസക്തമാണ്. അതായത് മെസ്സി കോപ്പ അമേരിക്ക നേടുമ്പോൾ മെസ്സിക്ക് ബാലൻഡ്യൂർ. മറ്റേ റാഫ്റ്റോക്സ് പറഞ്ഞ പോലെ തന്നെ മെസ്സി കോപ്പ അമേരിക്ക നേടുമ്പോൾ മെസ്സിക്ക് ബാലൻഡ്യൂർ. വേറെ ആരെങ്കിലും കോപ്പ അമേരിക്ക, ഇപ്പൊ സാഞ്ചസ് കോപ്പ അമേരിക്ക നേടുമ്പോൾ സാഞ്ചസിന് ഒന്നുമില്ല. ആ ലിസ്റ്റിൽ പോലും ഇല്ല. സാഞ്ചസ് ആ ലിസ്റ്റിൽ പോലും, ബാലൻഡ്യൂർ ലിസ്റ്റിൽ പോലും ഇല്ല. അതെന്താ സംഭവം? ഒരു പിടുത്തമില്ല. അതായത് അർജന്റീന പോലത്തെ ഒരു ടീമിനെ മെസ്സി കോപ്പ അമേരിക്ക എടുപ്പിക്കണാണോ, അതോ സാഞ്ചസ് ചിലി പോലത്തെ ഒരു ടീമിനെ കോപ്പ അമേരിക്ക എടുപ്പിക്കണാണോ വലുത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് ഇവർ കൊടുക്കണ ആർക്കാണ്? മെസ്സിക്ക്. മെസ്സി എന്നുള്ള പേര് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ മെസ്സിക്ക് എടുത്ത് കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പൊ 2020 നേരത്തെ മലപ്പുറം പറഞ്ഞ 2020 ലെവൻഡോസ്കി ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തു. 2020 ലെവൻഡോസ്കി ചാമ്പ്യൻസ് ലീഗ് എടുത്ത്, ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോററായി, അതേപോലെ ബുണ്ടസ് ലീഗ് എടുത്ത്, ജർമ്മൻ സൂപ്പർ കപ്പ്, ജർമ്മൻ കപ്പ്, ബുണ്ടസ് ലീഗ ടോപ്പ് സ്കോറർ, എല്ലാതും ലെവൻഡോസ്കി ഇരുന്നു. പക്ഷെ ആ ഒരു വർഷം എന്താണ് ബാലൻഡ്യൂർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 2021 ലെവൻഡോസ്കി പിന്നെയും ശ്രമിച്ചിട്ട് എന്ത് ചെയ്ത് എന്താണ് പറയാ, ഇതേപോലെ തന്നെ സെയിം അവാർഡ്സുകൾ പിന്നെ നേടി. അതായത് ബുണ്ടസ് ലീഗ, എന്താണ് പറയാ ജർമ്മൻ സൂപ്പർ കപ്പ്, അതേപോലെ തന്നെ ആ ഒരു വർഷത്തെ ഗോൾഡൻ ബൂട്ട് ലെവൻഡോസ്കി കയറുന്നത്. ഇതുപോലെ കുറെ അവാർഡുകൾ ലെവൻഡോസ്കി നേടി. പക്ഷെ ആ ഒരു വർഷം 2023 ഇത് അവാർഡ് ചെയ്യപ്പെട്ടത് പിന്നെയും മെസ്സിക്ക് തന്നെ. അത് മെസ്സി ഇത്രയും കഷ്ടപ്പെട്ടു, ലെവൻഡോസ്കി അപ്പുറത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ആ അവാർഡ് കൊടുത്തത് മെസ്സിക്ക്. എന്നിട്ട് ലെവൻഡോസ്കിക്ക് എന്താ ആ ഒരു വർഷം കിട്ടിയത്? ലെവൻഡോസ്കിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വർഷം ലെവൻഡോസ്കിക്ക് ചപ്പാത്തി മേക്കർ കൊടുത്തു. ഒരു ചപ്പാത്തി മേക്കർ കൊടുത്തിട്ട് ലെവൻഡോസ്കിനെ ഒതുക്കി. അത് കഴിഞ്ഞിട്ട് മെസ്സിയുടെ റോബറി നടക്കുന്നത് 2023 ഇപ്പൊ ഇത്രയും പറഞ്ഞ റോബറികളൊക്കെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ, പ്രശ്നമില്ല. 2023 ബാലൻഡിയോറിന്റെ എന്താണ് പറയാ, ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾക്ക് എന്ത് പറയാം, വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് കോപ്പ അമേരിക്ക ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. കോപ്പ അമേരിക്ക ഉള്ളതുകൊണ്ടാണ്, കോപ്പ അമേരിക്കയിൽ എന്താണ് മെസ്സി ജയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വേൾഡ് കപ്പ് മെസ്സി കിട്ടിയോണ്ടാണ് മെസ്സി ഇതാക്കിയെന്ന് പറയാം, അല്ലെങ്കിൽ മെസ്സിക്ക് ബാലൻഡിയോർ കിട്ടിയെന്ന് പറയാം. പക്ഷെ 2023 വേൾഡ് കപ്പ് ആ ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് കോമഡി. വേൾഡ് കപ്പ് ലിസ്റ്റിൽ പോലും ഇല്ലാണ്ട് വേൾഡ് കപ്പ് അപ്പൊ എന്താണ് മെസ്സിക്ക് വേൾഡ് കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷെ വേൾഡ് കപ്പ് ആ ലിസ്റ്റിൽ പോലും ഇല്ല. അതായത് വേൾഡ് കപ്പ് ഒരു അവാർഡായിട്ട് മെസ്സിയുടെ പേരിലില്ല. പിന്നെ എങ്ങനെ മെസ്സിക്ക് എന്താണ് ബാലൻഡോർ ലിസ്റ്റിൽ വരാൻ പറ്റി? അതാണ് ആദ്യത്തെ ചോദ്യം. മെസ്സി എങ്ങനെ ലിസ്റ്റിൽ വന്നുള്ളത് ആദ്യത്തെ ചോദ്യം. കാരണം MLS കളിക്കുന്ന പ്ലെയർ, അല്ലെങ്കിൽ PSG വലിയ കാര്യമായിട്ട് കളിക്കാത്ത പ്ലെയർ എങ്ങനെ ലിസ്റ്റിൽ പോലും വന്നു? ഇപ്പൊ ചിലവർ പറയാം ക്യാപ്റ്റന്മാരാണ് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ പ്ലേയേഴ്സ് ആണ് വോട്ട് ചെയ്തതെന്നൊക്കെ പറയും.
പക്ഷെ ആ വോട്ട് ചെയ്യണമെങ്കിൽ ആ ലിസ്റ്റിൽ മെസ്സി ആദ്യം വരണ്ടേ? ആ ലിസ്റ്റിൽ എങ്ങനെ വന്ന്? അതുപോലും സംശയമാണ്. എങ്ങനെ ലിസ്റ്റിൽ വരാൻ പറ്റി മെസ്സിക്ക്? ഒരു വേൾഡ് കപ്പ് പോലും ക്രൈറ്റീരിയ ആയിട്ട് ഇല്ലാണ്ട് ആ ലിസ്റ്റിൽ വന്നു മെസ്സി. അത് വലിയ കാര്യം തന്നെയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹാളന്റെ ടൈ ആയി. എന്നിട്ട് ക്യാപ്റ്റന്മാരെ വോട്ട് നോക്കിയപ്പോൾ മെസ്സിക്ക് പോയി. ഈ ടൈ ആയത് എങ്ങനെ ഒരു പ്ലെയർ ടൈ ആവണത്? ഒരു വേൾഡ് കപ്പ് ഒന്നും ഇല്ലാത്തൊരു പ്ലെയറും, അതായത് എന്താണ് പേര് മാത്രം. ഞാൻ ജസ്റ്റ് ഒരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാം. മെസ്സി എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു എന്താണ് ബീരാൻകുട്ടിന്നോ അല്ലെ വേറെ ഏതെങ്കിലും ഒരു പേരുള്ള പ്ലെയർ മെസ്സി ചെയ്ത അതേ അച്ചീവ്മെന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മെസ്സിയും ഹാളൻഡും കൂടി ടൈ ആവൂല. ജസ്റ്റ് ഈ ഒരു മെസ്സി, കാരണം അവിടെ പെർഫോമൻസ് അല്ല നോക്കണത്, ഒരിക്കലും പെർഫോമൻസ് അല്ല ഇവിടെ നോക്കണെന്ന് പറഞ്ഞത് മെസ്സിയുടെ പേരാണ്. മെസ്സിയാണ് എന്നാ വോട്ട് ചെയ്യുക. കണ്ണും പൂട്ടി വോട്ട് ചെയ്യലാണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ റോബറി, ഒന്നും പറയാല്ല, ക്ലിയർ റോബറി. അത് എന്താന്ന് വെച്ചാലേ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവര് ഈ എന്താണ് ലാസ്റ്റ് ഫിഫാദി ബെസ്റ്റിന് അവാർഡിന് അവരെടുത്ത ടൈം പീരീഡ് എന്ന് അവർ പറയണത് ഡിസംബർ മുതൽ ഓഗസ്റ്റ് മാസം വരെയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആ മാസം മാത്രം കൺസിഡർ ചെയ്യാൻ ഇതുവരെ ഫിഫാദി ബെസ്റ്റ് ആ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് കൺസിഡർ ചെയ്തിട്ടില്ല, ഇന്നേ വർഷം വരെ. ഇപ്പൊ മെസ്സി ലിസ്റ്റിൽ അങ്ങനെ ഉൾപ്പെട്ടു എന്നുള്ള സംശയമാണ്. പിന്നെ മാത്രല്ല അവസാനം മുറമാരെങ്ങനെ ടൈ ആയത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് ഹാളൻഡ് 100% ഡിസേർവ്ഡ് ആണ്. അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറർ, UCL ഗോൾഡൻ ബൂട്ട്, ഇതൊക്കെ നേടിയിട്ട് അല്ലാതെ മറ്റാരെ കിട്ടാനാണ്? പിന്നെ എങ്ങനെയാണ് MLS മാത്രം കളിച്ച മെസ്സിക്ക് എങ്ങനെ കിട്ടി? 2022 നമുക്ക് വേൾഡ് കപ്പ് എടുത്ത് നോക്കാമായിരുന്നു. ഇപ്പോൾ 2022 വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് കാലം കുറയായി. 2023 ഫിഫാദി ബെസ്റ്റിൽ മെസ്സി ലിസ്റ്റിൽ പോലും വരാനൊരു ചാൻസ് ഇല്ല. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പൊ ഈ ലാസ്റ്റ് ഈ ഫിഫാദി ബെസ്റ്റിന്റെ സംഭവമാണ് കൂടുതൽ ആൾക്കാരിൽ ഒരു സംശയം ഉണ്ടാക്കിയുള്ളത് കൂടുതലും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോ ഫിഫനെ സ്പോൺസർ ചെയ്യുന്നത് അഡിഡാസ് കമ്പനിയുടെ എന്താണ് ബ്രാൻഡ് ആണ് മെസ്സി. അത് ആർക്കറിയാത്തത്? അതുകൊണ്ട് മെസ്സിക്ക് ഫേവറബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, മെസ്സിക്ക് എല്ലാ കൊടുക്കുക എന്നുള്ളൊരു സ്റ്റാൻഡിൽ ഫിഫ എത്താൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോ ഇതുവരെ നടന്ന സംഭവങ്ങളോട് എനിക്ക് ഒരു എന്താണ് എതിർപ്പും കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ലാസ്റ്റ് നടന്ന സംഭവത്തോടാണ്. കാരണം ഫിഫാദി ബെസ്റ്റ് എങ്ങനെ പോയി കഴിഞ്ഞാലും ഹാളൻഡ് 100% ഡിസേർവ്ഡ് ആയിരുന്നു. മെസ്സി ലിസ്റ്റിൽ പോലും വരാൻ പാടില്ലായിരുന്നു. അപ്പൊ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് മെസ്സി ഫാൻസ് പറയും, റൊണാൾഡോ ഫാൻസ് വേറെ പറയുന്നത്, മെസ്സി ഫാൻസ് പറയും ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ പ്ലെയർ ആയിട്ടുള്ള മോഡ്രിച്ചും റയൽ മാഡ്രിഡ് പ്ലെയർ ആയിട്ടുള്ള മോഡ്രിച്ചും അതേപോലെ ഇതും ഒക്കെയാണ് മോഡ്രിച്ച്. അതേപോലെ മറ്റ് വലിയ വലിയ പ്ലേയേഴ്സ്, ഇപ്പൊ ബയറിന്റെ പ്ലെയർ, അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അങ്ങനത്തെ വലിയ വലിയ പ്ലേയേഴ്സിന്റെ എല്ലാ നാഷണൽ ക്ലബ് ലെവല് നോക്കുകയാണെങ്കിൽ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റൻസിനെ വെച്ചിട്ടാണ് അവര് ക്ലബ് ലെവലിലെ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റൻസിനെ വെച്ചിട്ടാണ് അവര് വോട്ടെടുപ്പ് നടത്തിയെന്ന് അവർ പറയുന്നത്. അപ്പോ എല്ലാ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റന്മാര് മെസ്സിക്ക് വോട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. എല്ലാ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റന്മാര്. അങ്ങനെ മെസ്സിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ പോലും വോട്ടിങ്ങിന് മെസ്സി ജയിച്ചു. ഓക്കെ, ലിസ്റ്റിൽ എങ്ങനെ മെസ്സി വന്നു? ലിസ്റ്റിൽ മെസ്സി വരാൻ പാടില്ലല്ലോ. മെസ്സിനെക്കാൾ അച്ചീവ്മെന്റ് നടത്തി വേറെ പലരും ഉണ്ടല്ലോ. ഞാൻ പറയുകയാണെങ്കിലേ മെസ്സി ശരിക്കും പറഞ്ഞാലേ ഞാൻ പറയുകയാണെങ്കിൽ മെസ്സി ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡ് തിരിച്ചു കൊടുക്കണം. ഓനക്ക് ലേശെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ലേശെങ്കിലും എന്താ പറയാ ഒരു ഉള്ളിലൊരു പ്ലെയറാന്നുള്ളത് ഉണ്ടായിരുന്നെങ്കിൽ ഈ അവാർഡ് തിരിച്ച് ഹാളൻഡിന് കൊടുക്കണമായിരുന്നു. ഹാളൻഡ് അത്രയും കഷ്ടപ്പെട്ട്, ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു പ്ലെയർ കഷ്ടപ്പെടുക? അത്രയും കഷ്ടപ്പെട്ടിട്ട് അത്രയും എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ അവിടെ അതിന്ന് ഇറങ്ങി പോകണമായിരുന്നു. അല്ലെങ്കിൽ ഫിഫക്ക് ഒരു പരാതി കൊടുക്കണമായിരുന്നു. ഇത്രയും വലിയ ഊമ്പിത്തരം കാണിച്ചിട്ട് ഓനവിടെ റിയാക്ട് ചെയ്തില്ല. അതെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും മെസ്സിയുടെ വോട്ട് ഹാളൻഡിനായിരുന്നു. മെസ്സി ഇത് ഇൻവോൾവ് ആണോ അല്ലേന്ന് അറിയില്ല, പക്ഷെ മെസ്സിയുടെ വോട്ട് ഹാളൻഡിനായിരുന്നു. എന്നിരുന്നാൽ പോലും മെസ്സിക്ക് പോലും അറിയാതെ ഹാളൻഡിന്റെ ആണെന്ന്. മെസ്സിക്ക് തിരിച്ചു കൊടുത്തൂടെ? വോട്ട് ചെയ്തിട്ടെന്ന കാര്യം? തിരിച്ചു കൊടുത്തൂടെ സാധനം? മെസ്സിക്ക് വരെ അറിയായിരുന്നത് ഹാളൻഡിനായിരുന്നു. അത് ശരിയാണ്, തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു, റിട്ടേൺ ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും ഈ ഫിഫാദി ബെസ്റ്റിന്റെ പേരിൽ ഇപ്പോ സാധാരണ മെസ്സി വേഴ്സസ് റൊണാൾഡോ, അപ്പോ റൊണാൾഡോ ഫാൻസ് ആണ് മെസ്സിനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കൂടുതലും കളിയാക്കിണ്ടായിരുന്നത്. ഇതിപ്പോ ഈ വിഷയം മീഡിയ ഏറ്റെടുത്ത് പല പല പ്രമുഖ മീഡിയ ചാനലുകളും അതേപോലെ സ്പോർട്സ് ഇൻസ്റ്റഗ്രാം പേജസ് ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മെസ്സിനെ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ സംഭവമാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് സംഭവത്തിന് ശേഷം അത് വ്യാപകമായിട്ട് അത് മീഡിയ ശരിയാട്ടാ. അത് നല്ലൊരു ട്രോള്. അതായത് ആ ഒരു 3-4 ദിവസങ്ങളിൽ വലിയ രീതിയിൽ മെസ്സിക്കെതിരെ ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. മെസ്സിക്ക് നോബൽ പ്രൈസ് കിട്ടും, മെസ്സിക്ക് ഓസ്കാർ കിട്ടും, മെസ്സിക്ക് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് കിട്ടും, അതേപോലെ തന്നെ എന്താ പറയുക എല്ലാ ട്രോഫിയും, അതായത് നമുക്ക് മെസ്സി ലിസ്റ്റിൽ പോലും വരാൻ ചാൻസ് ഇല്ലാത്ത ട്രോഫികൾ വരെ മെസ്സിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതന്നെ ബാലൻഡിയറിൽ സംഭവത്തിൽ നടന്നത്. ലിസ്റ്റിൽ പോലും വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു സംഭവത്തിൽ മെസ്സിക്ക് അവാർഡ് കിട്ടി. അത് കോമഡി എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ പേജുകൾ, മാർക്ക, അതേപോലെ തന്നെ വൺ ഫുട്ബോൾ, പിന്നെ പ്യൂബിറ്റി സ്പോർട്സ്, അങ്ങനത്തെ വലിയ വലിയ പേജുകൾ വരെ എന്ത് ചെയ്ത് മെസ്സിനെ എടുത്ത് തൂക്കി. പക്ഷെ മെസ്സിയുടെ കുറെ പേജുകളുണ്ട്. ഇപ്പൊ goal.com, ഫോർത്ത്, അങ്ങനത്തെ മെസ്സിയുടെ കുറച്ച് എന്താ പറയാ കുടുംബക്കാരായിട്ട് കുറച്ച് പേജ് ഉണ്ട്, അവരൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചില പേജുകൾ മെസ്സിക്ക് ഇതാക്കി. പിന്നെ വേറെ സംഭവം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ടൈ ആയി എന്ന് പറഞ്ഞല്ലോ, മെസ്സിയും ഹാളനും ടൈ ആയി എന്ന് പറഞ്ഞല്ലോ. ആ മെസ്സിയും ഹാളനും വരുമ്പോൾ റോഡ്രിയും ഹാളനും ടൈ ആവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. കാരണം ആ ഒരു വർഷം റോഡ്രി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് കളിച്ച പ്ലെയർ റോഡ്രി ആയിരുന്നു. റോഡ്രിയും മെസ്സിയാണ് ഇപ്പൊ, അല്ല റോഡ്രിയും ഹാളൻഡും ആണ് ഇപ്പോ ടൈ ആയിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചാൽ ഓക്കെ, അത് നമുക്ക് എന്തേലൊക്കെ പറഞ്ഞിട്ട്, എന്നാലും നമുക്ക് എന്തേലൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു കയറുന്നത്. പക്ഷെ ഒരു എന്താ പറയാ ബേസിക് ലോജിക്ക് പോലും ഇല്ലാത്ത മെസ്സി, ആ ലിസ്റ്റിൽ പോലും വരാൻ അർഹത ഇല്ലാത്ത മെസ്സി എന്താ പറയാ ആ ഒരു ഇതിൽ ടൈ ആയി എന്ന് പറഞ്ഞപ്പോ ശരിക്കും പറയാലോ. വേറെ സംഭവം കൂടി ഉണ്ട്, വേറൊരു ഇമ്പോർട്ടന്റ് കോമഡി സംഭവം ഉണ്ട് ഇതിൽ. അതായത് ഈ ബാലൻഡിയോർ നടക്കണ അന്ന് രാത്രി മെസ്സി ഫാൻസ് ആയിട്ടുള്ള എനിക്ക് അറിയുന്ന ആൾക്കാരും അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയത്തിലുള്ള ആൾക്കാരും എന്താണ് പറയാ പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാല്, അവർക്ക് തന്നെ അറിയായിരുന്നു മെസ്സിക്ക് ഒരിക്കലും കിട്ടൂല, ഹാളന്നെ കിട്ടുള്ളൂ. കാരണം അവർക്ക് അറിയാം എന്ത് ബാലൻഡിയോർ എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ ഇല്ലാന്ന്. അപ്പോ എന്താ പറയാ, എന്നിട്ട് അവര് ഈ രാത്രി ചെയ്തെന്ന് പറഞ്ഞാൽ അവരൊക്കെ കിടന്നുറങ്ങി. മെസ്സിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് നോക്കുമ്പോൾ എന്താ മെസ്സിക്ക് അവാർഡ്. പിന്നെ അവർ ആ തപ്പൽ തുടങ്ങി, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് ന്യായീകരിക്കാന്ന്. കുറെ ന്യായീകരിക്കാൻ നോക്കി അവസാനം ന്യായീകരിക്കാൻ ഒന്നും കിട്ടിയില്ല. അവസാനം അവർക്ക് ന്യായീകരിക്കാൻ കിട്ടിയ സാധനമാണ് എന്ത്, അവർ ന്യായീകരിക്കാൻ പറഞ്ഞ ആർഗ്യുമെന്റ്സ് ആണ് എന്ത്, അതായത് മെസ്സിക്ക് വോട്ട് ചെയ്തത് ക്യാപ്റ്റന്മാരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ക്യാപ്റ്റന്മാർ വോട്ട് ചെയ്താലും ആര് വോട്ട് ചെയ്താലും മെസ്സിക്ക് അർഹതപ്പെടാത്തതിനാണല്ലോ. ഇപ്പൊ 2016 സംഭവം നടന്നത്, 2016 തന്നെ തോന്നുന്നു. 2016 റൊണാൾഡോക്ക് ബാലൻഡിയോർ ഫിഫ ബെസ്റ്റ് ഏതോ സംഭവം കിട്ടി. അപ്പൊ ആ ടൈമിൽ റൊണാൾഡോ പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഞാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ്, പക്ഷെ ഇത് അർഹതപ്പെട്ടത് അല്ലെങ്കിൽ ഇത് അർഹിക്കണത് എന്താണ് ഗ്രീസ്മാനും കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റൊണാൾഡോ പറയാനുള്ളത് പച്ചക്കന്നെ അവിടെ പറയും. റൊണാൾഡോ അവിടെ പറയാനുള്ളത് മുഖത്ത്, അത് ഗ്രീസ്മാൻ തൊട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ റൊണാൾഡോ അത് പറയും സ്റ്റേജ് കയറിയിട്ട്. ഇവിടെ ഒരു ഉളുപ്പില്ലാണ്ട് പരിപാടിക്ക് പോലും വരാണ്ട് എന്താ പറയാ പ്രൈസ് മണി വീട്ടിലേക്ക് അയച്ചാൽ മതി, അല്ലെങ്കിൽ ബാലൻഡൂർ കുടിയിലേക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വോട്ടും ചെയ്തിട്ട് കുത്തിരുന്ന ഒരാളുണ്ട് ഇവിടെ. എന്നിട്ട് മൂപ്പരാൾക്ക് ഇത് കിട്ടി, ബാലൻഡൂർ കിട്ടി. അവസ്ഥ ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു മെസ്സി അവാർഡ് ഷോക്ക് തന്നെ വരാത്ത മെസ്സിക്ക് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. നമ്മളെല്ലാരും അംഗീകരിക്കുന്നു മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആണ്. അതിലൊന്നും ഒരു സംശയമില്ല. റൊണാൾഡോക്ക് ഒപ്പം തന്നെ വാഴ്ത്തപ്പെടുന്ന ഒരാളാണ് മെസ്സി. അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. എന്താണ് ഈ ജനറേഷനിലെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോളർമാരിൽ ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസേർവ്ഡ് ഇല്ലാത്തൊരു അവാർഡ് സ്വീകരിക്കാൻ പാടില്ല. എന്ത് വന്നാലും ഈ അവാർഡ് മെസ്സി ലിസ്റ്റിൽ പെടാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എന്തോ ഫിഫ മെസ്സിക്ക് നൽകി. അത് എന്താണ് റീസൺ എന്ന് ഇതുവരെ ആയിട്ടും വ്യക്തമല്ല. അവര് പറയുന്നത് ക്യാപ്റ്റന്മാരെ വോട്ടും ലിസ്റ്റ് കൊടുത്ത വോട്ട് ചെയ്തൊക്കെ മെസ്സിക്കാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ചോദ്യം ഇതാണ്, ലിസ്റ്റിൽ എങ്ങനെ മെസ്സി വന്നു? 2023 ബാലൻഡിയോറാണ് കൊടുക്കണമെന്ന് അറിയാം. അപ്പോഴത്തെ റൊണാൾഡോ വേൾഡ് ടോപ്പ് സ്കോററാണ് ആ വർഷം. ആ വർഷം വേൾഡ് ടോപ്പ് സ്കോറർക്ക് പോലും ഇല്ലാത്ത കൺസിഡറേഷൻ ആണ് MLS വെറും 12 ഗോൾ മറ്റോ അടിച്ച് മെസ്സിക്ക് കിട്ടിയത്. അതെങ്ങനെ? അതിന് കാരണമായിട്ട് വേറെ കാരണം പറഞ്ഞത് ഡിസംബർ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ടൈം പീരീഡ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. അങ്ങനെ ഒരു ചുരുങ്ങിയ കാലയളവ് കൺസിഡർ ചെയ്യുക എന്ന് മുതൽ തുടങ്ങി ഫിഫ ദിവസം അങ്ങനെയാണോ കൺസിഡർ ചെയ്യുക? സത്യം പറഞ്ഞ ഒരു വർഷം മൊത്തം നോക്കണ്ടേ ആ വർഷത്തെ ഫിഫ ലിസ്റ്റ് കൊടുക്കാൻ? അതവർ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ മെസ്സിക്ക് വേണ്ടിയിട്ട് ക്രൈറ്റീരിയസ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ഉള്ളതിന് ഒരു സംശയത്തിന്റെ ഊന്നൽ വന്നത് ഇപ്പൊ ഈ ലാസ്റ്റ് നടന്ന സംഭവത്തിലാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ആൾക്കാരെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. ഈവൻ ഫുട്ബോൾ ഫാൻസ് പോലും അതിനെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുറെ പേര്. സാധാരണ പലരും ഇപ്പൊ മെസ്സി ഫാൻസിന് തന്നെ എന്താണ് അത്ഭുതമാണ്, ഇതിപ്പോ എങ്ങനെയാണ് ഞങ്ങളുടെ എന്താണ് മെസ്സി കിട്ടിയത്. അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഫുട്ബോൾ ലോകത്തൊരു വലിയ മാഫിയ വിവരിക്കുന്നുണ്ടോ, അതോ ആ മാഫിയ മെസ്സി മാഫിയ
എല്ലാ അവാർഡും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. എനിക്കിതൊരു മാഫിയ ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ആ പ്ലേയേഴ്സിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അതായത് പ്ലേയേഴ്സ് ഇപ്പോഴും വിചാരിച്ചിരിക്കണെന്ന് പറഞ്ഞാല് വേൾഡ് കപ്പ് കിട്ടിയോ അത് വലിയൊരു സംഭവമാണ്. വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞാല് എന്താണ് അപ്പൊ ബാലൻഡിയോർ കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പ്ലേയേഴ്സിന്റെ മനസ്സിൽ പോലും കടന്നിട്ടുണ്ട്. ഇപ്പൊ ക്യാപ്റ്റന്മാരുടെ അങ്ങനെ മനസ്സിൽ പോലും. നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ബാംഗ്ലൂർ ഇല്ലേ? പക്ഷെ ബാക്കിയുള്ളവർക്കും വേൾഡ് കപ്പ് ഇല്ലേ? 2010 ഇനിയസ്റ്റ് വേൾഡ് കപ്പ് നേടിയില്ലേ? പക്ഷെ ഇനിയസ്റ്റക്ക് കിട്ടിയോ ബാംഗ്ലൂർ? ഇല്ല. അതേ പറഞ്ഞു, ഇവരെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ഈ ക്യാപ്റ്റന്മാരെയും ഇവരൊക്കെ മൈൻഡ് സെറ്റ് മൊത്തത്തില് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ പറയേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ മാഫിയ ഉണ്ടാവും അല്ലെങ്കിൽ റോബറി നടന്നൊന്നുമല്ല, ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അതായത് കുറെ ഫാൻസുകാർ വോട്ട് ചെയ്യണ്, അതേപോലെ കുറെ ജേർണലിസ്റ്റുകൾ വോട്ട് ചെയ്യണ്, അല്ലെങ്കിൽ കുറെ ക്യാപ്റ്റന്മാർ വോട്ട് ചെയ്യണ്. അങ്ങനെ വോട്ട് ചെയ്ത് തീരുമാനിക്കേണ്ടതാണോ ബാലൻഡിയോർ എന്നുള്ള ചോദ്യമാണ്. ഈ ഒരു സിസ്റ്റം ശരിയാണെന്നുള്ള ചോദ്യമാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. അതായത് ഇതുപോലെ അത് കുറച്ച്, ശരിയാണ്. അതായത് ഇപ്പൊ ഈ ഒരു പ്ലേയേഴ്സ് ഫാൻസ് മാത്രം വോട്ട് ചെയ്യണം, അതാണ് വേണ്ടത്. പക്ഷെ അവിടെ അതും അവിടെ പ്രശ്നമുണ്ട്. കാരണം ഫാൻസ് മാത്രം വോട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾക്കാർ ജയിക്കും. അവിടെ അങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ജേർണലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഫുട്ബോളിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർ വോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതാവും. ഇപ്പൊ ഫുട്ബോളിനെ കുറിച്ചിട്ട് എന്താണ് പഠിക്കുന്ന ആൾക്കാർ, ഫുട്ബോൾ വിശദീകരിക്കുന്ന അൺബയാസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അവർ വോട്ട് ചെയ്യണം. അൺബയാസ്ഡ് ആയിട്ടുള്ള ഫുട്ബോളിനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ഫുട്ബോൾ എന്താണ് പറയുക, ഫുട്ബോളിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലത്തെ ആൾക്കാർ വോട്ട് ചെയ്യണം. അല്ലാണ്ട് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ, ഇപ്പൊ ഞാനിപ്പോ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ എന്താണ്, ഞാൻ മിക്കവാറും എന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടുതൽ വോട്ട് ചെയ്യാൻ ചാൻസ്, അല്ലെങ്കിൽ കൂട്ടുകാർ ടീമിനാണോ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ കൂട്ടുകാർ ജയിക്കാനുള്ള രീതിയിൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നമ്മൾ വോട്ട് ചെയ്യുക. ഇപ്പൊ റൊണാൾഡോ, ഞാൻ പറയുകയാണെങ്കിൽ റൊണാൾഡോ ആണ് ഇപ്പൊ ഹാളന്റെ സ്ഥാനത്ത് എന്ന് വെച്ചാൽ എന്താ, മോഡ്രിച്ച് സ്വാഭാവികമായിട്ട് റൊണാൾഡോ വോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മോഡ്രിച്ചിനെതിരെ എന്ത് ചെയ്യും, റയൽ മാഡ്രിഡ് ആൾക്കാരനെ തിരിക്കും, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻസ് തിരിയും. അങ്ങനെയുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, മോഡ്രിച്ച് ഫോഴ്സ്ഫുള്ളി റൊണാൾഡോക്ക് വോട്ട് ചെയ്യും. പക്ഷെ ആ ഒരു സിസ്റ്റമാണ് മാറ്റേണ്ടത്. അൺബയാസ്ഡ് ആയിട്ട് ഒന്നും വേണ്ട. ഇപ്പൊ ഈ വോട്ട് ചെയ്ത സംഭവം വെളിപ്പെടുത്താണ്ടിരിക്കുകയും ചെയ്യാം. അപ്പൊ ഈ മോഡ്രിച്ചാണ് വോട്ട് ചെയ്തെന്നുള്ള സംഭവം വെളിപ്പെടുത്താണ്ടിരിക്കുക. ഓരോ പ്ലേസിനും വോട്ടുകളുണ്ട്, അതൊക്കെ ആ സംഭവം അനോണിമസ് ആയിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു അങ്ങനെയുള്ള സിസ്റ്റം ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അത് ശരിയാ. അങ്ങനെ സിസ്റ്റം ആയിരുന്ന നന്നായിരുന്നു. ഈ കണക്കുകളൊക്കെ പുറത്തേക്ക് വരുമ്പോ ഈ ഇപ്പോ എന്താണ് സെയിം റയൽ മാഡ്രിഡ് അവരുടെ എന്താണ് ശത്രുക്കള്, അങ്ങനെയൊക്കെയുള്ള റൈവൽസ് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. റൈവൽ ടീമിലെ എന്താണ് മോഡ്രിച്ചിനെ പോലുള്ള പ്ലെയർ, വേൾഡിലെ ഒരു വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മിഡ്ഫീൽഡർ, അങ്ങനെ ഒരാള്, ഫുട്ബോളിനെ കുറിച്ച് ഇത്തിരി നോളജ് ഉള്ള ഒരാള് എന്തുകൊണ്ട് മെസ്സിക്ക് വോട്ട് ചെയ്തു? അതൊരു ചോദ്യചിഹ്നമാണ്. എല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന ആൾക്കാര് എന്തുകൊണ്ട് മെസ്സിക്ക് വോട്ട് ചെയ്തു? കാരണം എല്ലാവർക്കും അറിയാം ആള് 100% ഡിസേർവ്ഡ് ആണ്. ഇപ്പൊ നേരത്തെ നീ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ആർക്കും ഒരു തരത്തിലുള്ള ഫേവറും ചെയ്തു കൊടുക്കരുത്. ആർക്കാണ് ട്രൂലി ഡിസേർവ്ഡ് ആയിട്ടുള്ളത് അവർക്ക് ആ അവാർഡ് കൊടുക്കണം. അർഹതപ്പെട്ട കൈകളിൽ എത്തണം. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ഇതിപ്പോ ഇവിടെ കൊണ്ട് തീരാണ് പിന്നെ കുഴപ്പമില്ല. അതായത് ഇപ്പൊ 2023 വേൾഡ് കപ്പ് കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് മെസ്സി ഈ ഒരു റോബറി തീർന്നുള്ളതുകൊണ്ട് അവിടെ വെച്ചിട്ട് തീരാണ് കുഴപ്പമില്ല. പക്ഷെ ഈ സംഭവം കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കാനുള്ളതാണ്. അതിനോട് കൂട്ടിച്ചേർക്കാനുള്ള സംഭവം എന്ന് വെച്ചാൽ 2024 ബാലൻഡിയോർ, അതായത് ഇനി അടുത്ത വർഷം നടക്കാൻ പോണ ബാലൻഡിയോർ ടോപ്പ് 5 ഫേവറേറ്റ്സ് ടു വിൻ എന്നിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റിൽ മെസ്സി ഉണ്ട് ഇപ്പോഴും. ആ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് മെസ്സി ഉണ്ട്. എന്നാലോചിച്ച് നമ്മളെപ്പോഴും പേടിപ്പെടുത്തുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ മെസ്സി വരുന്നതാണ്. കാരണം മെസ്സിക്ക് അർഹത ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഒരിക്കലും എതിർക്കണില്ല. മെസ്സിക്ക് അർഹത ഉണ്ടെങ്കിൽ മെസ്സി വരട്ടെ, മെസ്സി ഇതാക്കട്ടെ, ഒരു പ്രശ്നമില്ല. ശേരം മറിച്ച് എന്താണ് പറയാ, മെസ്സിക്ക് അർഹത ഇല്ലാത്ത ഒരു ലിസ്റ്റിൽ മെസ്സി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന സംഭവം. കാരണം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ച പോലെ ഫാൻസുകാരും അല്ലെങ്കിൽ എന്താണ് ക്യാപ്റ്റന്മാരും കൂടി മെസ്സിക്ക് വോട്ട് ചെയ്ത് മെസ്സിനെ ജയിപ്പിക്കും. അവിടെയാണ് വിഷയം.